ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കാണാതായതും സ്വർണപ്പാളി ചെമ്പുപാളി ആയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണല്ലോ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോടതി ഇടപെടലുകളും വിശ്വാസത്തെ മറയാക്കി കേരളത്തിൽ നടന്ന അതിഭീകരമായ ഒരു തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകളിലേക്കാണ് കേരളത്തെ എത്തിച്ചത്. സർക്കാരിനും എന്തിനേറെ അതിന് നേതൃത്വം നൽകുന്ന CPM-നോ LDF-നോ പോലും ഫലപ്രദമായി ഇതിനെ ന്യായീകരിക്കാനോ പ്രതിരോധിക്കാനോ ആവുന്നില്ല എന്ന സത്യം ഇതിനകം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ പറയുന്നത്. എന്താണ് സ്വർണപ്പാളി വിവാദം? ഇതെങ്ങനെ കണ്ടുപിടിച്ചു? എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? എന്തെല്ലാം നഷ്ടപ്പെട്ടു? പോറ്റി ആരാണ്? ബിനാമിയാണോ? ദേവസ്വം ബോർഡ് ഇതൊന്നും അറിഞ്ഞില്ലേ? ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അയ്യപ്പ സംഗമത്തിന്റെ പൊലിമ കളയാനാണോ ഈ വിവാദം? സ്വർണം ഉരുക്കിയോ അതോ മറിച്ചു വിറ്റോ? സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് എന്താണ്? സർക്കാർ പ്രതിസന്ധിയിലാണോ? ഇത് CPM-നെ ബാധിക്കുന്നത് എങ്ങനെ? കോൺഗ്രസ് BJP നിലപാടുകൾ എന്ത്? ED-യുടെ കടന്നുവരവ് എങ്ങനെ ബാധിക്കും? ഇത്രയും വിഷയങ്ങളാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപ് കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം. ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ED-യുടെ നീക്കം. ക്രൈംബ്രാഞ്ച് FIR-ഉം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും ED സംഘം പരിശോധിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം 2 FIR-കളാണ് കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടുകളും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ED സംഘം. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചുവെന്നാണ് വിവരം. അതിനിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സംഘം തന്ത്രി കണ്ഠരര് രാജീവരെ കൊടുക്കാൻ ശ്രമം നടത്തിയതായി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തന്ത്രി മഹസറിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലും പേര് എഴുതി ചേർക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. പാളികൾ കൊണ്ടുപോകരുത് എന്നും അതിൽ സ്വർണമുണ്ടായിരുന്നുവെന്നുമുള്ള തടസ്സവാദം തന്ത്രി ഉന്നയിച്ചിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ സ്വദേശിയായ വലിയ ഭക്തനാണെന്ന് 2019 മുതലുള്ള ദേവസ്വം ബോർഡ് രേഖകളിൽ ഉണ്ടെങ്കിലും ഇദ്ദേഹം ഒരു ഇടനിലക്കാരനായാണ് പ്രവർത്തിച്ചത് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഉരുപ്പടി കാഴ്ചവെച്ച് പൂജകൾ നടത്തി പണം അടിച്ചുമാറ്റുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പിലൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഏജന്റ് മാത്രമാണോ അതോ മറ്റാരുടെയെങ്കിലും ഉപകരണമായി പ്രവർത്തിക്കുകയാണോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ സ്വർണ്ണാപഹരണ കേസിൽ അന്വേഷണം ഉന്നതരിലേക്കും നീളുകയാണ്. ശബരിമലയിലെ സ്വർണ്ണാപഹരണം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത 2ാം കേസിലെ FIR-ൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തു. 2019-ലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് 8ാം പ്രതിയായി ചേർത്തിരിക്കുന്നത്. ആരുടെയും പേര് FIR-ലില്ല. A. പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് 2019-ൽ ചുമതലയിൽ ഉണ്ടായിരുന്നത്. 2019-ൽ ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണപ്പാളികൾ ഇളക്കിയെടുത്തത് എന്നാണ് FIR-ൽ പറയുന്നത്. ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ ശങ്കർദാസ്, K. രാഘവൻ എന്നിവരായിരുന്നു അംഗങ്ങൾ. അതിനിടെ തന്നെ ഈ കേസിലെ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് കർണാടക ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയിലൂടെയാണ്. ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയാൻ വേണ്ടി സ്വർണം വഴിപാടായി നൽകിയത് താനാണ് എന്ന് ഗോവർദ്ധൻ സമ്മതിക്കുന്നുണ്ട്. വർഷങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്ന അയ്യപ്പ ഭക്തനായ ഗോവർദ്ധൻ ഇഷ്ടദേവന്റെ ശ്രീകോവിൽ സ്വർണം പൂശാൻ കിട്ടിയ അവസരം പുണ്യമായി കരുതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി വഴിപാടായി സ്വർണം നൽകിയത്. 2018 നവംബറിൽ ആരംഭിച്ച് 2019 മാർച്ചിൽ പൂർത്തിയാക്കി സ്വർണം പൂശിയ വാതിൽ ശബരിമലയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. 2 ഘട്ടങ്ങളിലായി 321 ഗ്രാം സ്വർണം ഗോവർദ്ധനിൽ നിന്ന് കൈപ്പറ്റിയെന്ന് ഹൈക്കോടതി ഉത്തരവിലും വ്യക്തമാണ്. എന്നാൽ എത്ര സ്വർണം വാതിലിൽ വന്നു അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇനി എന്താണ് സ്വർണപ്പാളി വിവാദം എന്ന് പരിശോധിക്കാം. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതും പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നഷ്ടമായതുമാണ് വിവാദത്തിന് ആധാരം. ശബരിമല ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് വിഷയം കോടതിയിലെത്തിച്ചത്. ഇതോടെ ശബരിമല ക്ഷേത്രത്തിലെ വിലപ്പെട്ട വസ്തുക്കളുടെ വിശദമായ പരിശോധനയ്ക്കും കണക്കെടുപ്പിനും ഹൈക്കോടതി ഉത്തരവിട്ടു.
1999 വ്യവസായി വിജയ് മല്യ സംഭാവന ചെയ്ത 30 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിലിനും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം 2019 തിരുവനന്തപുരം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർക്ക് സ്വർണം പൂശാനായി ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൈമാറിയതാണ് ശബരിമലയെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്ത വലിയ തട്ടിപ്പിന്റെ പശ്ചാത്തലം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിക്കുകയും 1999 മുതലുള്ള മുഴുവൻ രേഖകളും ഉടൻ ഹാജരാക്കണമെന്ന് ഇടക്കാല ഉത്തരവിടുകയും ചെയ്തു. ഈ രേഖകളുടെ പരിശോധനയാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഉറക്കം കെടുത്തുന്ന കണ്ടെത്തലുകളിലേക്ക് നയിച്ചത്. 1999 ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളയ്ക്കൊപ്പം ദ്വാരപാലക ശില്പങ്ങളും സ്വർണത്തിൽ പൊതിഞ്ഞിരുന്നുവെന്നും എന്നാൽ 2019 ചെന്നൈയിലേക്ക് സ്വർണപാളികൾ അഴിച്ചുകൊണ്ടുപോയപ്പോൾ ഇത് ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത് എന്നുമുള്ള കണ്ടെത്തൽ സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പിലേക്കും അതിന്റെ ഉള്ളുകള്ളികളിലേക്കും വിരൽ ചൂണ്ടി. ശബരിമലയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി 39 ദിവസങ്ങൾക്ക് ശേഷമാണ് പാളികൾ ചെന്നൈയിൽ എത്തിയത് എന്നും ഇത്രയും ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികൾ എന്ത് ചെയ്തുവെന്ന ചോദ്യവും ഉയരുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് വൻ തിരിമറി നടന്നതായി ഹൈക്കോടതി കണ്ടെത്തി. 2019 സ്വർണം പൂശിയ സമയത്ത് 474.9 ഗ്രാം സ്വർണമാണ് കാണാതായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തൽ. അവിടെ നിന്നാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് കേസിൽ അന്വേഷണം ആരംഭിക്കാനും കോടതി നിർദ്ദേശം നൽകിയത്. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാണാതായ സ്വർണത്തിന്റെ കണക്ക് ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന ടേം തന്നെയാണ് കോടതി ഉപയോഗിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾക്ക് പുറമെ ലിൻഡൽ, വശങ്ങളിലെ ഫ്രെയിമുകൾ എന്നിവയിൽ സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ടോ എന്ന് SITക്ക് പരിശോധിക്കാനും ഏതെല്ലാം തരത്തിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേക സംഘത്തിന് തീരുമാനിക്കാനും കോടതി അനുമതി നൽകി. ഇതനുസരിച്ച് ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 സംഭവങ്ങളും നടന്നത് 2 വ്യത്യസ്ത സമയങ്ങളിലാണ് എന്നതാണ് 2 FIR വരാൻ കാരണം. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി സ്വർണം ഒരുക്കിയെടുത്തത് 2019 മാർച്ചിലും വാതിൽപ്പാളിയിലെ സ്വർണം കവർന്ന സംഭവം നടന്നത് 2019 ഓഗസ്റ്റിലുമാണ്. സമയവ്യത്യാസം ഉള്ളതുകൊണ്ടും 2 സംഭവങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും മഹസറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കും വ്യത്യാസമുള്ളതുകൊണ്ടാണ് 2 കേസുകൾ. 2 കേസുകളിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. സ്വർണപ്പാളി വിവാദത്തിന്റെ കേന്ദ്രബിന്ദു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന സ്വാധീനം വളരെ വലുതാണ് എന്നും അത് പലപ്പോഴും വിശദീകരിക്കാൻ കഴിയാത്തതാണ് എന്നും ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ശബരിമലയിലെ മുഖ്യ പൂജാരിയുടെ സഹായിയായിരുന്ന പോറ്റി രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും നല്ല ബന്ധം സ്ഥാപിച്ചു. ഔദ്യോഗിക ബന്ധം അവസാനിച്ച ശേഷവും ഇദ്ദേഹം ഈ സ്വാധീനം ഉപയോഗിച്ചു. സ്വർണപ്പാളി വിവാദം തുടങ്ങും മുൻപ് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി നന്ദകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെടുകയും വാതിലിനടിയിൽ എലിയോ മറ്റോ കടക്കാതിരിക്കാൻ ചെമ്പുപാളി വെച്ചിരുന്നോ എന്ന് തിരക്കുകയും ചെയ്തത് എന്തിനെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ശബരിമലയും ക്ഷേത്രത്തിലെ സ്വർണപ്പാളിയും തന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിരുന്നു എന്നും വ്യക്തമാണ്. പൂജയ്ക്ക് സഹായിയായും പൂജാരിയായും പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനാകുകയായിരുന്നു. പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും സ്വത്ത് വിവരങ്ങളും പ്രത്യേകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ശബരിമലയിലെ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് വിപുലമായ അന്വേഷണം തന്നെ നടക്കണം. സന്നിധാനത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറുമ്പോൾ 42.8 കിലോഗ്രാം ആയിരുന്നു തൂക്കം. 39 ദിവസം പാളികൾ കൈവശം വെച്ച് പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ തൂക്കം 38.258 കിലോഗ്രാമായി. അതായത് 4.541 കിലോഗ്രാമിന്റെ കുറവ്. അതേസമയം ആകെ 474 ഗ്രാം സ്വർണം കാണാതായിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2019 തനിക്ക് കൈമാറിയത് സ്വർണം പൊതിഞ്ഞ പാളികളല്ല, ചെമ്പ് പാളികളാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പാളി അഴിച്ചു കൊടുക്കുന്ന സമയം മഹസറിൽ രേഖപ്പെടുത്തിയതും ചെമ്പ് പാളി എന്നാണ്. പാളി അഴിച്ചെടുക്കുന്നതിന് 4 മാസം മുൻപ് വരെ സ്വർണപ്പാളിയായിരുന്നത് എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചെമ്പായി മാറി എന്ന രാസപ്രതിഭാസത്തിൽ അമ്പരന്നിരിക്കുകയാണ് സമൂഹം. അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന് എന്ത് സംഭവിച്ചുവെന്നത് ഇപ്പോഴും അവ്യക്തം. ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരുമാണ്.
ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ല. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകിയതിലും തിരികെ സ്ഥാപിച്ചതിലും യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. വിലപ്പെട്ട ഈ വസ്തുക്കൾ കൈമാറുമ്പോൾ സ്ഥലത്തുണ്ടാകേണ്ട ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനായ തിരുവാഭരണം കമ്മീഷണറുടെ അഭാവവും പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന കാര്യം. 2019 ജൂലൈയിൽ കൊണ്ടുപോയി സെപ്റ്റംബർ 11 തിരിച്ചെത്തിച്ച് പുനഃസ്ഥാപിക്കുന്ന സമയം ഭാരപരിശോധന നടത്താതിരുന്നതും വീഴ്ചയാണ്. ഒപ്പം പരിശോധന നടത്താതെ തന്നെ പരിശോധിച്ചു എന്ന് മഹസർ ഉണ്ടാക്കിയത് ഗുരുതരമായ ക്രമക്കേടും ആരെയോ സംരക്ഷിക്കാനുമായിരുന്നുവെന്ന് വ്യക്തം. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചുപറ്റിയെന്നും പ്രീതിക്ക് പാത്രമായെന്നുമൊക്കെ കരുതിയിരുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായിരുന്നു സ്വർണ്ണപ്പാളി വിവാദം. രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടക്കരുത് എന്ന് ആഗ്രഹിച്ചവർ ഉണ്ടെന്നും അതിനെ തകർക്കാൻ വലിയ ശ്രമമുണ്ടായി എന്നും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാദം ശബരിമല വിവാദം അയ്യപ്പ സംഗമത്തിന്റെ പൊലിമ കളയാനാണ് എന്നാണ്. ഗൂഢാലോചനയിൽ നേരിട്ടും പുറമേ നിന്നും പങ്കാളികളായവരെല്ലാം പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതോടെ നിയമത്തിന് മുന്നിലെത്തുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. തന്റെ വിശ്വസ്തനായ VN വാസവൻ മന്ത്രിക്ക് കീഴിലെ ദേവസ്വം ബോർഡിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന വിശ്വാസക്കാരനാണ് മുഖ്യമന്ത്രി. 474 ഗ്രാം സ്വർണം കാണാതായി എന്നാണ് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടിലുള്ളത്. 321 ഗ്രാം സ്വർണം ഗോവർദ്ധൻ കൈമാറിയെന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിൽ എത്ര സ്വർണം ഉപയോഗിച്ചു, ബാക്കി എന്ത് ചെയ്തു, ആ 474 ഗ്രാം സ്വർണം ആരെടുത്തു, ഒരുക്കിയോ അതോ മറിച്ചു വിറ്റോ, ഇതെല്ലാം ഇനിയും അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. ഒപ്പം മഹസറിൽ എഴുതിയ ചെമ്പുപാളികളിൽ സ്വർണമുണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. 2019 മാർച്ചിൽ തന്നെ ശബരിമലയിൽ നടന്ന മറ്റൊരു ചടങ്ങിന്റെ ചിത്രങ്ങൾ ഇതിന് തെളിവാണ്. ഈ സാഹചര്യത്തിൽ 4 മാസങ്ങൾക്കപ്പുറം അത് ചെമ്പായെങ്കിൽ സന്നിധാനത്ത് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു സെറ്റ് ചെമ്പുപാളിയായിരിക്കാം എന്ന സംശയം അസ്ഥാനത്തല്ല. സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ പാളികൾ വൻതുകയ്ക്ക് ആർക്കെങ്കിലും വിറ്റിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഭക്തരുടെ വിശ്വാസത്തെ തന്നെയാണ് ദേവസ്വം ബോർഡ് വിറ്റ് കാശാക്കിയത്. ഈ വിവാദം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് എങ്ങനെയാണ്? ശബരിമല വിവാദം പിണറായി വിജയൻ സർക്കാരിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതാകില്ല. കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിരോധിക്കാൻ പോലുമാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാരും മുന്നണിയും. തട്ടിപ്പ് പുറത്തുവരാൻ നിമിത്തമായ ഇടപെടൽ നടത്തിയ ഹൈക്കോടതി തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഉന്നതതല അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പിടിമുറുക്കിയതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ ഇടഞ്ഞു നിന്ന പലരെയും തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാനായെന്ന് ഇടതുമുന്നണി വിലയിരുത്തുമ്പോഴും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്നത് സർക്കാരിനെ വീണ്ടും വിശ്വാസ പ്രശ്നത്തിന്റെ ഊരാക്കുടുക്കിലാക്കുന്നുണ്ട്. സ്വർണം അപഹരിക്കപ്പെട്ടുവെന്ന് ആർക്കും തർക്കമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട സ്ഥിതിക്ക് സർക്കാരും LDFും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സർക്കാരിനെ മാത്രമല്ല CPMനെയും ഇത് ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നല്ലേ? ദേവസ്വം മന്ത്രി VN വാസവൻ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അതുതന്നെ ഒരുതരം തുറന്നു പറച്ചിലായിരുന്നു. 2019 തെറ്റുപറ്റിയെന്ന മന്ത്രി VN വാസവന്റെ പരസ്യമായ പ്രഖ്യാപനം CPM എന്ന പാർട്ടിയുടെ കുമ്പസാരം കൂടിയാണ്. അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ബോർഡിന് കീഴിൽ നടന്നതൊന്നും താൻ അറിഞ്ഞില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കോ 2019 നടന്ന തിരിമറിയുടെ കാര്യത്തിൽ ഒരു ന്യായീകരണവും നിരത്താനില്ല എന്ന് സാരം. ചരിത്രത്തിലാദ്യമായി വിശ്വാസ സംരക്ഷണം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഒരു മുന്നണി വിശ്വാസികളുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന ഇത്തരം ഒരു തിരിമറിയോട് എങ്ങനെ പ്രതികരിക്കണമെന്നോ എങ്ങനെ അണികളെയും അനുഭാവികളെയും പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ അറിയാതെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷവും. നിയമസഭയിൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും വിട്ടുവീഴ്ച വേണ്ട എന്നും പ്രതിപക്ഷം ഉറച്ച നിലപാടെടുത്തു. BJPയും ഇക്കാര്യത്തിൽ CBI അന്വേഷണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കലങ്ങിക്കിടക്കുന്ന സ്വർണ്ണപ്പാളി വിവാദം എന്ന കലക്കവെള്ളം എത്രയും വേഗം കലങ്ങിത്തെളിയേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും.